നമസ്കാരം. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? പുറമെ കളിച്ചും ചിരിച്ചും നടക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ മറ്റാരും അറിയാതെ പല പല ചിന്തകൾ അലയടിച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും മനസ്സിൽ ഉള്ള ഈ ചിന്തകൾ ചോദ്യങ്ങളായി മാറുകയും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിക്കാനായി നമ്മൾ തലങ്ങും വിലങ്ങും ഓടി നടക്കുന്നു. അല്പം വിചിത്രമായി തോന്നുമെങ്കിലും നമ്മുടെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നമ്മിൽ തന്നെയുണ്ട്. സത്യം പറഞ്ഞാൽ പുറമേയുള്ള ഏതൊരു സംഗതിയേക്കാൾ മൂല്യമുള്ള വസ്തു നമ്മിലാണുള്ളത്. ഈ സത്യം തിരിച്ചറിയാനാവാതെ പലരും സുഖവും സന്തോഷവും പുറമേ അന്വേഷിച്ച് അലയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആന്തരികമായ സൗന്ദര്യം നമ്മൾ കാണാതെ പോകുന്നു. ഒരിക്കൽ ധനികനായ ഒരു വ്യാപാരിക്ക് തൻ്റെ ബിസിനസ് ആവശ്യത്തിനായി ട്രെയിനിൽ യാത്ര ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു. നിർദ്ദിഷ്ട സ്ഥലത്തെത്താൻ 2 രാത്രിയും 3 പകലും യാത്ര ചെയ്യണമായിരുന്നു. ബിസിനസ് ആവശ്യത്തിനായി അദ്ദേഹം ഒരു ബാഗിൽ ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോയി. ഇത്രയും പണം സുരക്ഷിതമായി ഇരിക്കണം എന്ന് കരുതി അദ്ദേഹം ഒരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്തു. ഇതിനിടെ ആ നാട്ടിലെ പ്രഗത്ഭനായ ഒരു കള്ളൻ ഈ വിവരം മണത്തറിയുകയും ഈ വ്യാപാരി യാത്ര ചെയ്യുന്ന അതേ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുക്കുകയും ചെയ്തു. അങ്ങനെ വ്യാപാരി ട്രെയിനിൽ ആദ്യ ദിവസം രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ബാഗിൽ നിന്നും പണമെല്ലാം എടുത്ത് കൃത്യമായി എണ്ണി ചിട്ടപ്പെടുത്തുന്നത് കള്ളൻ ഒളിഞ്ഞിരുന്ന് ശ്രദ്ധിച്ചു. കറൻസി നോട്ടുകൾ എണ്ണിയ ശേഷം അത് അദ്ദേഹത്തിൻ്റെ ബാഗിൽ സുരക്ഷിതമായി എടുത്തു വെക്കുന്നതും ഒത്തിരി പ്രതീക്ഷയോടെ കള്ളൻ കണ്ടു. അന്ന് രാത്രി വ്യാപാരി കിടന്നുറങ്ങുന്ന സമയത്ത് കള്ളൻ തന്ത്രപൂർവം ആ ബാഗ് കൈക്കലാക്കി. എന്നിട്ടത് തുറന്നു നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. കള്ളൻ നിരാശനായി. എങ്കിലും ബാഗ് എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു വെച്ചു. 2-ാം ദിവസം രാവിലെ വ്യാപാരി അതേ ബാഗ് തുറന്ന ശേഷം അതിൽ നിന്ന് പണം എടുത്ത് പരിശോധിക്കുന്നതും എണ്ണുന്നതും കണ്ടപ്പോൾ കള്ളൻ അമ്പരന്നുപോയി. പുള്ളിക്കൊന്നും മനസ്സിലായില്ല. 2-ാം ദിവസം രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് വീണ്ടും അതേ ബാഗിൽ നിന്ന് പണം എടുത്ത് വ്യാപാരി കൃത്യമായി എണ്ണി നോക്കി ബാഗിലേക്ക് തിരിച്ചു വെക്കുന്നത് കള്ളൻ ശ്രദ്ധിച്ചു. അന്ന് രാത്രി വ്യാപാരി നല്ല ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോൾ വലിയ പ്രതീക്ഷയോടെ കള്ളൻ വീണ്ടും ബാഗ് കൈക്കലാക്കി. എന്നിട്ട് അതിൽ നിന്നും പണം എടുക്കാൻ നോക്കി. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ബാഗിൽ ഒന്നുമില്ലായിരുന്നു. വീണ്ടും വളരെ നിരാശനായി കള്ളൻ ബാഗ് എടുത്ത സ്ഥലത്ത് തന്നെ തിരികെ വെച്ചു. 3-ാം ദിവസം രാവിലെ വ്യാപാരി അതേ ബാഗിൽ നിന്ന് പണം എടുത്ത് എണ്ണി നോക്കുന്നത് കണ്ടപ്പോൾ കള്ളൻ വണ്ടറടിച്ചുപോയി. വ്യാപാരിക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് കള്ളൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ ചോദിക്കാമെന്ന് വിചാരിച്ചു. കള്ളൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നാട്ടിലെ സമർത്ഥനായ ഒരു കള്ളനാണ്. നിങ്ങളുടെ കയ്യിലുള്ള പണം മോഷ്ടിക്കാനാണ് ഇതേ കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ കയറിയത്. ഓരോ ദിവസവും നിങ്ങൾ ബാഗിൽ നിന്ന് പണം എടുക്കുന്നതും എണ്ണുന്നതും ഞാൻ കണ്ടിരുന്നു. കഴിഞ്ഞ 2 ദിവസം രാത്രി പണം മോഷ്ടിക്കാനായി ഞാൻ ബാഗ് എടുത്തിരുന്നു. എന്നാൽ അതിൽ 1 രൂപ പോലും കണ്ടില്ല. പിറ്റേന്ന് രാവിലെ നിങ്ങൾ വീണ്ടും ബാഗിൽ നിന്ന് പണം എടുത്ത് എണ്ണുന്നതാണ് ഞാൻ കാണുന്നത്. ഇതെന്തൊരു അത്ഭുതമാണ്! എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത്രയും കാലം ഇങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടില്ല. നിങ്ങൾ എന്നേക്കാൾ സമർത്ഥനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാനത് സമ്മതിച്ചിരിക്കുന്നു. ഇനി നിങ്ങളുടെ പണം എനിക്ക് വേണ്ട. പക്ഷെ ഒരു കാര്യം തുറന്നു പറയാമോ? നിങ്ങളൊരു ബിസിനസ്സുകാരനോ അതോ മാന്ത്രികനോ? പണം എവിടെയാണ് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നത്? അപ്പോൾ വ്യാപാരി പറഞ്ഞു, ഞാൻ പണം ഒളിപ്പിച്ചു വെച്ചത് നീ കിടക്കുന്ന കിടക്കയ്ക്ക് അടിയിലായിരുന്നു. നീ ശരിയായ സ്ഥലത്ത് നോക്കിയില്ല. പിന്നെ എങ്ങനെ പണം കിട്ടും? രാത്രി നീ ബാത്റൂമിൽ പോകുന്ന സമയത്ത് ഞാൻ പണം അവിടെ വെക്കുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിഞ്ഞു. രാവിലെ നീ വീണ്ടും ബാത്റൂമിൽ പോയപ്പോൾ ഞാൻ പണം എടുത്ത് ബാഗിലേക്ക് തന്നെ വെച്ചു. നീ ഒരു അജ്ഞാനിയായതുകൊണ്ട് കിടക്കുന്ന സ്ഥലം നീ ഒരിക്കലും പരിശോധിക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് കള്ളന് വെളിപാടുണ്ടായത്. ഏതൊരു അജ്ഞാനിയുടെയും മാനസികാവസ്ഥയാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജ്ഞാനികൾ മൂല്യമുള്ള വസ്തുക്കൾ അന്വേഷിച്ച് നാട് നീളെ സഞ്ചരിക്കുന്നു. അതായത് പുറത്തോട്ട് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അവർ എവിടെയാണോ ഉള്ളത് അവിടേക്ക് ശ്രദ്ധ കൊടുക്കുന്നതേയില്ല. അവർ ഉള്ളിടത്താണ് ഏറ്റവും മൂല്യമുള്ള വസ്തു ഉള്ളത് എന്ന് അവർ ഒരു കാലത്തും തിരിച്ചറിയുന്നില്ല. ഇതാണ് നമ്മളെല്ലാവരുടെയും പ്രതിസന്ധി. മായയുടെ ശക്തി നമ്മെ ഏത് സമയവും പുറത്തോട്ട് വലിച്ചുകൊണ്ടേയിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനവും ആധാരവും. ആ ചൈതന്യത്തിന് അവെയർനെസ് എന്നോ കോൺഷ്യസ്നെസ് എന്നോ വിളിക്കാം. അതാണ് ഞാൻ എന്ന പരമമായ സത്യം. ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നാവസ്ഥയിലും സുഷുപ്തിയിലും, അതായത് ഡീപ്പ് സ്ലീപ്പിൽ, ആ ഞാൻ എല്ലാത്തിനും സാക്ഷിയായിട്ടുണ്ട്, ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ താങ്കൾ ഇപ്പോൾ ഉള്ളിടത്ത് എവിടേക്കും തിരിയാതെ, അനങ്ങുക പോലും ചെയ്യാതെ ആ ഞാൻ എന്ന ഉണർവുണ്ടല്ലോ,
അതിലേക്കൊന്ന് ശ്രദ്ധ കൊടുത്തു നോക്കൂ. എന്നെ കാണുന്ന അതേ സമയത്ത് നിങ്ങൾക്ക് ഞാൻ എന്ന സത്യത്തിലും ശ്രദ്ധ കൊടുത്തുകൂടെ? ഇനി അഥവാ കണ്ണടച്ചാൽ നിങ്ങൾക്ക് ഞാൻ എന്ന ഉണർവിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കുമായിരിക്കും. അപ്പോഴും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ എന്നെ കാണുന്നത് നിങ്ങളുടെ കണ്ണുകളാണോ? എൻ്റെ ശബ്ദം കേൾക്കുന്നത് നിങ്ങളുടെ കാതുകളാണോ? ആഴത്തിൽ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണിത്. കണ്ണുകളും കാതുകളും ദ്വാരങ്ങൾ മാത്രമാണ്. കാണുന്നത് എന്താണെന്നും കേൾക്കുന്നത് എന്താണെന്നുമൊക്കെ അറിയുന്നതാരാണ്? നിങ്ങൾ പറയും എൻ്റെ മനസ്സാണ് എന്ന്. ശരി, അങ്ങനെയെങ്കിൽ ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, ആ മനസ്സിലാകുന്ന പ്രക്രിയ നടക്കുന്നത് എവിടെയാണ്? നിങ്ങളുടെ മനസ്സിലാണ്. എന്നാൽ നിങ്ങളുടെ മനസ്സിന് എനിക്ക് മനസ്സിലായി എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. കാരണം അതറിയുന്നവൻ അല്ലെങ്കിൽ അറിയുന്നവൾ മറ്റൊരാളാണ്. അതിനെയാണ് നിങ്ങൾ ഞാൻ എന്ന് ഒരു ദിവസം പലവട്ടം വിളിക്കുന്നത്. മറ്റൊന്നിനെയും നിങ്ങൾക്ക് ഞാൻ എന്ന് വിളിക്കാൻ കഴിയുകയില്ല. മറ്റെല്ലാം ഞാൻ അറിയുന്ന വിഷയങ്ങളാണ്, വിഷയവസ്തുക്കളാണ്. ഞാൻ ഉണ്ടെങ്കിലേ അതെല്ലാം ഉള്ളൂ. ഞാൻ ഇല്ലെങ്കിൽ അതൊന്നുമില്ല. എന്നാൽ മറ്റൊന്നുമില്ലെങ്കിലും ഞാൻ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഉണ്ടെങ്കിലേ എൻ്റെ ഈ ശരീരം ഉള്ളൂ. പക്ഷേ ഈ ശരീരം ഇല്ലെങ്കിലും ഞാൻ ഉണ്ട്. ഞാൻ ഉണ്ടെങ്കിലേ മനസ്സുള്ളൂ. പക്ഷേ എൻ്റെ മനസ്സില്ലെങ്കിലും ഞാൻ ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ എല്ലാ വിഷയവസ്തുക്കളിൽ നിന്നും, ഈ ശരീരത്തിൽ നിന്നും, മനസ്സിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാകുന്നു ഞാൻ. അത്രയും പ്രധാനമായ ആ സത്തയെ മറന്നുകൊണ്ട് മറ്റെല്ലാ വിഷയങ്ങളിലേക്കും ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? യാതൊരു പ്രയോജനവും ഇല്ല. താങ്കൾക്ക് ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ദ ജേർണി വിത്തിൻ എന്ന ഓഫ്ലൈൻ റിട്രീറ്റ് വർഷത്തിൽ പല സമയങ്ങളിലായി നടക്കുന്നുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. റിട്രീറ്റിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സൗജന്യമായ ഓൺലൈൻ ക്ലാസുകൾ മാസം തോറും നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കണമെങ്കിലും വിവരം അറിയിച്ചാൽ മതി. ഇത്രയും കേട്ടിരുന്നതിന് സ്നേഹവും നന്ദിയും അറിയിക്കട്ടെ. വീണ്ടും കാണാം എന്ന പ്രത്യാശയോടെ തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.